മോളൂസ് നല്ല ഉറക്കത്തിലാട്ടാ. അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളൊക്കെയാണ് നല്ല മൈലാഞ്ചിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ നേരം വൈകിന്ന്. അപ്പോൾ ഇവിടെ കണ്ടില്ല മൈലാഞ്ചിയൊക്കെ ഉണങ്ങിയിട്ട് പോയിക്കണം. രാത്രി ഈ തൊപ്പി പോലെ ഇവിടെ കണ്ടില്ല നല്ല കറുത്ത നല്ല ഈ ഒരു കളർ കിട്ടണമെന്ന് രാത്രി എന്ത് ചെയ്യും, മൈലാഞ്ചി ഇട്ടിട്ട് എന്ത് ചെയ്യും, കെടുക്കും. നേരം വെളുക്കുമ്പോഴേ കഴുകുള്ളൂ. നേരം വെളുത്തപ്പോത്തിന് ഇതിമുള്ള മൈലാഞ്ചിയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നല്ല ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എണീക്ക്, ഇന്ന് പെരുന്നാളാണ്. എണീക്ക് 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 നീക്ക് നീക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ. മോനൂസ് അതാ പോകുന്നത്. മോളൂസ് എണീറ്റ് വന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചാടിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്പെഷ്യലാണ് നമ്മൾ വായക്കപ്പൊരി കേട്ടോ. ഒരാളിത് അവിടെ ഇരുന്നിട്ട് അടുക്കളയിൽ നിന്ന് രാവിലെ തന്നെ വായക്കപ്പൊരി ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. തള്ളിയിട്ടില്ലേ? രാവിലെ തന്നെ അടുക്കളയിൽ വരുന്നവരൊക്കെ ഇങ്ങനെ ഓരോ പഴംപൊരി എടുത്തുകൊണ്ട് പോകട്ടോ. അപ്പോൾ നമുക്കൊന്നും ഒന്നും അടിക്കാം. നല്ല ചൂടാണ്. അങ്ങനെ ഒലിപ്പിക്കാൻ കേട്ടമ്മ. ആയി ആയി തോനായി പെരുന്നാളായിട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് കുളിയുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇനി പെരുന്നാൾ കുളി വിളിക്കൽ കേട്ടോ. അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാവരും എന്ത് ചെയ്ത് കുളിച്ച് മാറ്റിയിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് പുതിയ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ കുട്ടികളൊക്കെ ഒരാഗ്രഹമാണ് നമ്മൾ മീനൊക്കെ കൈയോട് പിടിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ മീൻ ടാങ്കുകൾ നമ്മൾ വീടിന് ചുറ്റും ഇപ്പോൾ ഗപ്പി ടാങ്കുകളായിരിക്കുന്നത്. അപ്പോൾ ഈ ഗപ്പി ടാങ്ക് അതിന് മുന്നിൽ ഈ ഗപ്പി ടാങ്കുകൾ നമ്മൾ കൈയിടാൻ അയക്കാറില്ല. അപ്പോൾ ഇന്ന് പേർക്ക് ഇഷ്ടപ്പെട്ട മീൻ വേണമെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒന്ന് പിടിക്കാനുള്ളൊരു അവസരം കൊടുക്കാം. നമുക്ക് അതൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഭക്ഷണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ കിട്ടാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ശർക്കരയും അതുപോലെ തന്നെ ചീനമുളകും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ അഡീഷണൽ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി അച്ചാറാണത്. പിന്നെ നമ്മുടെ ഉണക്കസ്രാവ്, പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് പൊരിച്ചത്, പിന്നെ ഉണക്കസ്രാവിനെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാങ്ങച്ചാറ്, പിന്നെ സ്പെഷ്യൽ പെരുന്നാൾ സ്പെഷ്യലാണ് ഈ സംഭവം. ഇത് പുളിഞ്ചാർ എന്നൊക്കെ പറയും. കാലങ്ങളായിട്ട് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാവുന്ന സ്പെഷ്യലാണ് പുളിഞ്ചാർ ഇട്ടാൽ നമ്മളെ കുമ്പളങ്ങയും ചേനയൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. പിന്നെ നമ്മുടെ നാടൻ ചോറ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇറച്ചി വേണ്ടേ, അപ്പോൾ നമ്മുടെ കോഴിനെ ആക്കിയിട്ടുണ്ട്, കോഴി പൊരിച്ചത്, പിന്നെ അവിയൽ, പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിയൽ, പിന്നെ നമ്മുടെ പയർ. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തിലുള്ള വിഭവങ്ങൾ കേട്ടോ. മൈലാഞ്ചി ഇട്ട കൈകളിൽ കണ്ടില്ലേ നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗിയർ എടുക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അത്യാവശ്യം നല്ല രീതിയിൽ ഇയറുള്ളൊരു വെറൈറ്റി തന്നെയായിട്ട് നമ്മുടെ ഈ ചില്ലി മുസൈക്ക് ബിഗിയർ എന്നൊരു വെറൈറ്റി. കുട്ടികൾക്കായിട്ടുള്ള കുറേ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളിലൊന്നാണ് ഇങ്ങനെ മീനിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ സന്തോഷകരമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗിയറിനെയാണ് കയ്യിലെടുത്തുള്ളത് കേട്ടോ. മോളൂസിൻ്റെ കയ്യിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് വൈറ്റ് ഇയർ വെറൈറ്റി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ് അത്. ശരിക്കും ആ കയ്യിലെ മൈലാഞ്ചിൻ്റെ ആ റെഡിഷ് കാരണം നമ്മളെ മീനിൻ്റെ റെഡിഷും കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇയറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇയറൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഫൈറ്ററിനായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇവന് ജ്യേഷ്ഠൻ്റെ മോനാണ്. അപ്പോൾ ഇവന് ഒരു മീനിനെ വളർത്താൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫൈറ്ററിനെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ഫൈറ്റർ ആട്ടത്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ തന്നെ എടുത്ത് കിടക്കാറുണ്ടായിരുന്നത്. മിക്സഡായിട്ടുള്ള ബ്രീഡിങ്ങിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഫൈറ്ററാണ്. അപ്പോൾ ഏത് വെറൈറ്റി എന്താണെന്നും നമുക്കറിയില്ല. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള തന്നെ ഒരു വെറൈറ്റിയാണ് ഈ കിടക്കുന്നത് വിട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ കൈയിൻ്റെ അടിയിലുള്ള മൈലാഞ്ചി ഉണ്ടല്ലോ, ഇന്നലെ എൻ്റെ അടുത്ത് മൈലാഞ്ചി ഇട്ട് തരുമെന്ന് ചോദിച്ചിരുന്നു രാത്രി. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്താൽ ഒരു ചിത്രം വരച്ചു കൊടുത്താൽ നമ്മളൊരു ഗപ്പിനെ വരച്ചു കൊടുത്താട്ടോ. എന്താ അയക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാഗ് കൊണ്ടുള്ള ഒരു ടാങ്ക് ഇട്ടത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിനകത്തുള്ളത് നമ്മുടെ പർപ്പിൾ മുസൈക്ക് വെറൈറ്റി തന്നെ കേട്ടോ. അവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ നടക്കുന്നത് കാണാം. പർപ്പിൾ മുസൈക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു പർപ്പിൾ മുസൈക്കിൽ ഏകദേശം ഒരു 4 വെറൈറ്റി ഇറങ്ങും കേട്ടോ. 4 വെറൈറ്റി ഡയമണ്ട് ബ്ലൂ അങ്ങനെ പല കളറിൽ 4 കളറിൽ ഇറങ്ങും ഇതിനകത്ത് കേട്ടോ. നല്ലൊരു മുസൈക്ക് പാറ്റേൺ തന്നെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് കുറച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഫൈറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ.
ഇവിടെ ഇങ്ങനെ ഫൈറ്ററിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്ററിനെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും, തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് തന്നെ. കാരണം തന്നെ ഇവിടുന്ന് നമ്മൾ ആ ഗ്ലാസിൻ്റെ കഷ്ണം എടുത്ത് ഒഴിവാക്കിയിട്ട് ഫൈറ്ററിൻ്റെ ബോട്ടിൽ ഇതൊക്കെ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പർപ്പിൾ മുസൈക്കാട്ടോ ഒരാളെ കൈ കിടക്കുന്നത്, ചെറിയ കൈയായ കാരണം തന്നെ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരാളും കൂടി അടി കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 ആളാക്കി കൊടുത്തിരുന്നു, ഒരാൾ പുറത്ത് പോയിട്ടുണ്ട്. അതാ ഫോൺ അടുത്തല്ലേ. പർപ്പിൾ മുസൈക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെറൈറ്റി തന്നെ കേട്ടോ, ഇയറൊക്കെ ഉള്ള റൈറ്റാണ്. വിട്ടാളോ മോനെ. ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് വെറൈറ്റി ഗപ്പിയാണിത്. അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഗപ്പിനാക്കി കൊടുത്തപ്പോൾ ഭാര്യയുടെ കയ്യിലും ഇതേമാതിരി കുറച്ച് ഗപ്പിനെ ഇങ്ങനെ ആക്കി കൊടുത്താട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ് ഫുൾ ഗോൾഡ് വെറൈറ്റി എന്ന് പറഞ്ഞത്. കണ്ടില്ലേ, കുറച്ച് ഇയറൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു 4 മെയിലിനെ പിടിച്ചിട്ട് കയ്യിൽ ഇട്ട് കൊടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പതുക്കെ തുറന്നിട്ടോ. അത് ഇന്നലെ ഒരു കയ്യിൽ മൈലാഞ്ചിടാങ്ങി നേരം കിട്ടിയില്ലേ? തുറന്നുട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈദ് സ്പെഷ്യൽ ഈ ഒരു ചെറിയ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.